നമ്മളത് മെച്ചപ്പെടുത്താൻ വേണ്ടി ആലോചിക്കുകയാണ് പെട്ടെന്ന് തന്നെ. ഇപ്പം KSDMA-യെയും ധനകാര്യ സ്ഥാപനങ്ങളെയും ഇതിലൊരു ഏകോപനം നടത്തും. സെൻട്രൽ ഗവൺമെൻറ് അസിസ്റ്റൻസും നമ്മൾ ആദ്യം തന്നെ തേടി. സെൻട്രൽ ഗവൺമെൻറ് അസിസ്റ്റൻസും തേടി. അപ്പോൾ ഇതിലൊരു ഏകോപനം നടക്കും. ഇപ്പോൾ ഞാൻ പറയാം, അതിലൊരു ആ ചോദ്യത്തിനൊരു പ്രസക്തിയുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2022 മുതലുള്ള പ്രകൃതിക്ഷോഭത്തിൻ്റെ നഷ്ടപരിഹാര തുക പെൻഡിങ് ആയിട്ടുണ്ട്. വളരെ സീരിയസ് ആയിട്ടുള്ള പെൻഡിങ് ഉണ്ട്. അപ്പോൾ ആ പെൻഡിങ് ഇനി തുടർന്ന് അങ്ങോട്ട് ബുദ്ധിമുട്ടില്ലാതെ പോകാനുള്ള സീരിയസ് ആയ നടപടികൾ ആലോചിക്കുക. ഉടനെ തന്നെ പ്രതീക്ഷിക്കുക. കേന്ദ്രത്തിൻ്റെ പ്രകൃതിക്ഷോഭം സംബന്ധിച്ചതായിരിക്കുന്ന സിസ്റ്റം അങ്ങനെയാണ്. അപ്പം ഞാൻ അവരുടെ ടീമടക്കം പെട്ടെന്ന് വരണം എന്ന് കത്തിൽ ആവശ്യപ്പെട്ടു. അപ്പോൾ ആ ടീം വന്ന് ഫിസിക്കൽ വെരിഫിക്കേഷൻ ചിലയിടന്ന് സാമ്പിൾ സ്ഥലങ്ങളിൽ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ആലപ്പുഴ ജില്ല, കുട്ടനാട്, വയനാട്, പത്തനംതിട്ട ഉൾപ്പെടെയുള്ള ജില്ലകൾ, കോട്ടയം ഉൾപ്പെടെ വരണമെന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് നേരിട്ട് ബോധ്യപ്പെടും. അപ്പോൾ അതിനുവേണ്ടി പെട്ടെന്ന് സംഘത്തെ അയക്കണം എന്നുള്ളതാണ് ആവശ്യപ്പെട്ടത്. കേന്ദ്രം അത് സീരിയസ് ആയി എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതാ കേന്ദ്ര സഹായം ലഭ്യമാകുന്നതിന് മുമ്പ് അതെല്ലാം ആലോചിക്കുക. ഏതൊക്കെ രീതിയിൽ കർഷകരെ ബാക്ക് ചെയ്യാൻ പറ്റുമോ ആ കാര്യങ്ങൾ, പുനർനടിയിൽ ഉൾപ്പെടെ ഇത്തരം സാഹചര്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന കർഷകരുടെ ലോണുമായി ബന്ധപ്പെട്ടതായിരിക്കുന്ന കാര്യം ഉൾപ്പെടെ എല്ലാം ആലോചിക്കുന്നതിന് വേണ്ടിയാണ്, പുതിയ ലോണിനെ കുറിച്ച് ആലോചിക്കാനൊക്കെ വേണ്ടിയാണ് ധനകാര്യ സ്ഥാപനങ്ങളുടെ യോഗം. അത് ആദ്യത്തെ ഒരു ഇനീഷ്യേറ്റീവാണ്. ഇത്തരം സാഹചര്യത്തിൽ ഇതിനു മുമ്പ് അങ്ങനെ നടന്നിട്ടില്ല. ആദ്യത്തെ ഇനീഷ്യേറ്റീവ്. ഓ കർഷകർക്ക് ഈ ആഘോഷങ്ങളിലൊന്നും പങ്കെടുക്കാൻ കഴിയാത്ത ഒരവസ്ഥയാണുള്ളത്. പ്രത്യേകിച്ച് കുട്ടനാട് മേഖലയിൽ അങ്ങ് പോകാനിരിക്കുകയാണ് സ്ഥലം. അപ്പോൾ ഈ ഒരു സാഹചര്യം ഈ ആഘോഷം നടത്തുമ്പോൾ വിലയിരുത്തിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും വിലയിരുത്തിയിട്ടുണ്ട്. ഞങ്ങൾ ഇത് സംസ്ഥാന തലത്തിൽ തന്നെ ഈ സാഹചര്യത്തെക്കുറിച്ച് വിലയിരുത്തി. ഒന്ന് മണ്ണിൽ പണിയെടുക്കുന്ന വിയർപ്പിൻ്റെ ചൂരുള്ള കർഷകനെ ആദരിക്കുന്ന പൊതുസമൂഹത്തിൻ്റെയും സർക്കാരിൻ്റെയും ദിവസമാണ്. അത് കർഷകരുടെ ദിവസമാണ്. ആ ദിവസം നമ്മൾ കർഷകരെ ആദരിക്കുന്ന പരിപാടിയിൽ നിന്ന് ഒരു കാരണവശാലും പുറകോട്ട് പോകാൻ പറ്റില്ല. പ്രളയത്തിൻ്റെ സാന്ദ്രതയും ബുദ്ധിമുട്ടും 17-ാം തീയതിയൊക്കെ ആകുമ്പോഴത്തേക്ക് നോർമലൈസ് ചെയ്യപ്പെടും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അവർ നേരിടുന്ന സാമ്പത്തിക ആഘാതത്തെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സർക്കാർ ആലോചിക്കുക. കുട്ടനാട്ടിലെ കർഷകരെ രക്ഷിക്കാൻ വേണ്ടിയാണ് കുട്ടനാട് പാക്കേജ് കൊണ്ടുവരുന്നത്. യഥാർത്ഥത്തിൽ ഇപ്പോഴും ആ പാക്കേജിന്റെ ഗുണം കുട്ടനാട്ടിലെ 12 പഞ്ചായത്തുകളിലോ അല്ലെങ്കിൽ സമീപ പഞ്ചായത്തുകളിലോ അപ്പർ കുട്ടനാട് ഉൾപ്പെടെയുള്ള മേഖലകളിൽ ആളുകൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. അങ്ങയുടെ ഒരു അഭിപ്രായം എന്താണ്? ഇനി അതിനകത്തുള്ള കോമഡി എന്താണ്? കുട്ടനാട് മാത്രമല്ല, നിങ്ങൾ നേരത്തെ പ്രഖ്യാപിക്കപ്പെട്ടതായിരിക്കുന്ന ചില പാക്കേജുകളിൽ, ഇപ്പം വയനാട് പാക്കേജ് 7000 കോടിയുടെ പാക്കേജാണ്, കാസർഗോഡ് പാക്കേജ്, കുട്ടനാട് പാക്കേജ്, തീരദേശ പാക്കേജ്, അങ്ങനെ വിവിധ പാക്കേജുകൾ പ്രഖ്യാപിക്കപ്പെട്ടു. ഈ പാക്കേജുകളിലൊക്കെ കാർഷിക മേഖലയ്ക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തു. പക്ഷേ ഇതൊക്കെ എങ്ങനെയാണ് പോകുന്നത് എന്നുള്ളത് നമുക്കറിയാം. അതിനുള്ള ചോദ്യം വളരെ ഗൗരവമുള്ളതാണ്. അതിനൊക്കെയുള്ള ഒരു മാറ്റം ഉണ്ടാവും. അതിനൊക്കെയുള്ളൊരു മാറ്റം ഉണ്ടാവും. ഇവിടെ ഗവൺമെൻറ് തുടങ്ങി, ഞങ്ങൾ ഓരോന്ന് മനസ്സിലാക്കിയും കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി അനലൈസ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അതിൽ മാറ്റം ഉണ്ടാവും. ഞാൻ പറയാം, 7000 കോടിയുടെ വയനാട് പാക്കേജിന് ഒരു വർഷം 50 കോടിയും 70 കോടിയും വെച്ചാൽ എത്ര വർഷം എടുക്കും ഇത് കഴിയാൻ? 100 കൊല്ലം കൊണ്ട് പാക്കേജ് പൂർത്തിയാവും. 100 കൊല്ലം കൊണ്ട് പാക്കേജ് പൂർത്തിയാവില്ല. അപ്പോൾ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ പലതിലും വന്നിട്ടുണ്ട്. അതിനെ കൃത്യമായി വിലയിരുത്തുന്നുണ്ട്, മുഖ്യമന്ത്രി വിലയിരുത്തുന്നുണ്ട്, ഞങ്ങൾ വിലയിരുത്തുന്നുണ്ട്. അതിലുള്ളതായ പോംവഴികൾ ആരായി.